യുവ എഴുത്തുകാരി കാവ്യശ്രീ പ്രദീപ് രചിച്ച ദ മഗൾ ഹീറോസ് എക്കോസ് ഓഫ് ഫോർഗോട്ടൻ പാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയിലാണ് പുസ്തക പ്രകാശനം നടന്നത്. സാഹിത്യപ്രേമികളുടെയും വായനക്കാരുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ജയരാജ് വാര്യർ പുസ്തകം ഏറ്റുവാങ്ങി. ലോകോത്തര നിലവാരമുള്ള പുസ്തകങ്ങൾ തൊട്ട് കൊച്ചു നാട്ടുകളിലെ പുസ്തകങ്ങളും അവരുടെ ആവിഷ്കാരവും എല്ലാം കാണാൻ കഴിയും. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പേരുകേട്ട ഒരു രാജ്യം, അതിൽ കേരളം, അതിനേക്കാൾ മുമ്പിൽ പാലക്കാട്. നമുക്കറിയാം, ഒട്ടനവധി പേരെ ഈ സമൂഹത്തിൽ എഴുത്തുകാരായിട്ടും ചരിത്രകാരന്മാരായിട്ടും പണ്ഡിതരായിട്ടും ഒക്കെ സംഭാവന ചെയ്ത ഒരു മണ്ണാണ് പാലക്കാട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒട്ടേറെ മഹാന്മാർ അവരുടെ പൈതൃകവും പാരമ്പര്യമുള്ള മണ്ണാണ്. കലയും സാഹിത്യവും എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അതിനോട് ഇഴുകിച്ചേർന്ന ഒരു ജനതയാണ് പാലക്കാട്. അപ്പോൾ ജനിച്ചത് UAE-യിലാണെങ്കിലും കർമ്മം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപും അവരുടെ കുടുംബവും പാലക്കാട്ടുകാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമുണ്ട്. പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ സൃഷ്ടിപരമായ സംഭാവനകൾ മലയാളത്തിനും ഇംഗ്ലീഷ് സാഹിത്യത്തിനും മുതൽക്കൂട്ടാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ അപാരമായ സിദ്ധി തിരിച്ചറിഞ്ഞ് അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നമ്മൾ സന്തോഷിക്കും. അവരുടെ ഭാവി ജീവിതത്തിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ കുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാമന, ഞങ്ങളുടെ കുട്ടി എന്ന് അറിയപ്പെടുന്ന വിധത്തിലേക്ക് നാളെ ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും മനോഹരതയുടെ എഴുത്തുകാരിയായ കാവ്യശ്രീ മാറാൻ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ കുട്ടിക്ക് എഴുതാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും ഒരുക്കിയ അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവരുടെ സാഹചര്യങ്ങൾ, അതെല്ലാം ഇനിയും ഒട്ടനവധി കരുത്തോടുകൂടി മുന്നോട്ട് കുതിക്കാൻ നമ്മൾക്ക് ഏറ്റവും പ്രതീക്ഷയുടെ പുതുവെളിച്ചം പകരുന്ന സാഹിത്യ ലോകത്തെ പ്രതീക്ഷയുടെ നാമ്പായി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി കാവ്യശ്രീ ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, സമൂഹത്തിലുള്ള ഇടപെടലുകൾ വെച്ചുകൊണ്ട്, സമൂഹം എനിക്ക് എന്ത് തന്നു എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ശക്തിയോടുകൂടിയാണ് ഞാൻ ഒരു പുസ്തകത്തെ കാണുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് കാണുക. അപ്പോൾ 100 പേര് ഒരു പുസ്തകം വായിച്ചാൽ അത് 100 പുസ്തകങ്ങളായി മാറുന്നു എന്നുള്ളതാണ് വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം, പ്രചരിപ്പിക്കണം. ഈ സദസ്സിനെ ആ കുട്ടി അഡ്രസ് ചെയ്തപ്പോ ഹൗ ഫോഴ്സ്ഫുൾ ആൻഡ് ഹൗ കോൺഫിഡന്റ് യു ആർ, അതൊക്കെയാണ് അഡ്മയർ ചെയ്യേണ്ടത്. കാവ്യശ്രീ പ്രദീപിനെ ഏവരും അഭിനന്ദിക്കുകയും ഭാവിയിലും മികച്ച കൃതികൾ പ്രതീക്ഷിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു. എഴുത്തുകാരി കാവ്യശ്രീ പ്രദീപ് തന്റെ രചനാനുഭവങ്ങൾ പങ്കുവച്ചതോടെ ചടങ്ങ് ശ്രദ്ധേയമായി. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് സമയമില്ലാന്ന് കരുതി അത് തള്ളിക്കളയരുത്. ബിക്കോസ് നോ മാറ്റർ വാട്ട് ഡൂയിങ് ഇൻ ലൈഫ്, ഞാനിത് പഠിക്കുകയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ പാഷൻ ദാറ്റ് മേക്സ് ഷുവർ ദാറ്റ് ഐ കെൻ മൂവ് ഫോർവേഡ്. സോ എന്തിലെങ്കിലും ഒരു പാഷൻ എല്ലാവരും കണ്ടുപിടിക്കണം എന്ന് ഐ റിയലി ഹോപ്പ്, ആൻഡ് ഐ ഓൾസോ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ ബുക്ക്. താങ്ക് യു വെരി മച്ച്. യുവ വായനക്കാരെ ലക്ഷ്യമിട്ട് രചിച്ചിരിക്കുന്ന ദ മഗൾ ഹീറോസ് എക്കോസ് ഓഫ് ഫോർഗോട്ടൻ പാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ പ്രസാധകർ ഹരിതം ബുക്സ് ആണ്. എഴുത്തുകാരി ലൂഷിത രാജൻ, വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് MVR മേനോൻ, ഹരിതം ബുക്സ് പ്രതിനിധി പ്രതാപൻ തായാട്ട്, നെന്മാറ MLA K പ്രേമൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ MP NN കൃഷ്ണദാസ്, മുൻ MLA K ബാബു, ശ്രീലത പ്രദീപ് നെന്മാറ, പിന്നണി ഗായകരായ രഞ്ജിത്ത് ഉണ്ണി, പ്രണവം ശശി, OV വിജയൻ സ്മാരക സമിതി സെക്രട്ടറി TR അജയൻ, പെരിങ്ങോട്ടുകുരിശി മഹാകവി ഒളപ്പമണ്ണ സ്മാരകം ചെയർമാൻ KP രവിശങ്കർ, പാലക്കാട് പ്രവാസി സെന്റർ സെക്രട്ടറി ശശികുമാർ ചെമ്മങ്ങാട് എന്നിവർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. സാഹിത്യരംഗത്ത് പുതിയ പ്രതീക്ഷകൾ ഉയർത്തുന്ന കൃതിയായാണ് ദ മഗൾ ഹീറോസ് എക്കോസ് ഓഫ് ഫോർഗോട്ടൻ പാസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.